ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കലിപ്പനും ഉണ്ടക്കണ്ണിയും ഭാഗം 10. രചന ഫൗസിയ നൗഷാദ്. പിറ്റേന്ന് രാവിലെ, മിഴി വേഗം ഇറങ്ങ്, ഇന്ന് ഞാൻ തന്നെയാ നിന്നെ കോളേജിൽ കൊണ്ടാക്കുന്നത്. ഉമ്മറത്ത് ബുള്ളറ്റിന്റെ ചാവി വിരലിലിട്ട് കറക്കിക്കൊണ്ട് ഉണ്ണി വിളിച്ചു പറഞ്ഞു. ഇപ്പൊ വരാം ഉണ്ണിയേട്ടാ. അവൾ ഉള്ളിലെ സന്തോഷം ഒതുക്കി പിടിച്ച് കണ്ണാടിയിൽ നോക്കി പൊട്ടുതൊട്ടു. ഇന്നലത്തെ ആ കടുങ്കാപ്പി മിഴികളിലെ കരുതൽ ഓർക്കുമ്പോ ഇപ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ബുള്ളറ്റിന്റെ പുറകിൽ കയറിയിരുന്ന് അവന്റെ തോളിൽ പതിയെ കൈകൾ ചേർത്ത് പിടിക്കുമ്പോൾ അവൾക്ക് ലോകം കീഴടക്കിയ ഒരു ഫീലായിരുന്നു. എന്നാൽ കോളേജ് ഗേറ്റിന് മുന്നിൽ വണ്ടി വന്നു നിന്നതും ആ സന്തോഷത്തിന് മേൽ ചെറിയൊരു കരിനിഴൽ വീണു. ഗേറ്റിനരികിൽ നീല ഷർട്ടും വൈറ്റ് പാൻസും ധരിച്ച് വല്ലാത്തൊരു മാസ് ലുക്കിൽ ഫോണും നോക്കി നിൽക്കുകയാണ് ഡോക്ടർ ജീവ മേനോൻ. ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും അവൻ പതിയെ തലയുയർത്തി നോക്കി. ജീവന്റെ ആ മൂർച്ചയുള്ള കടുങ്കാപ്പി മിഴികൾ നേരെ വന്ന് പതിഞ്ഞത് അവനിയുടെ കൈകളിലാണ്. ഉണ്ണിയുടെ തോളിൽ അവൾ മുറുകെ പിടിച്ചിരിക്കുന്ന ആ കൈകളിൽ. അവന്റെ ചുണ്ടിന്റെ കോണിൽ ആ പഴയ നിഗൂഢമായ പുച്ഛച്ചിരി വീണ്ടും വിരിഞ്ഞു. ഉണ്ണി ബുള്ളറ്റ് നിർത്തി എഞ്ചിൻ ഓഫ് ചെയ്യാതെ തന്നെ ജീവനെ ഒന്ന് നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ വീണ്ടും ഒരു കൊമ്പുകോർക്കൽ നടന്നു. ഇറങ്ങിക്കോ മോളെ, ക്ലാസ്സിൽ കയറാൻ സമയമായി, ഉണ്ണി അവനെ നോക്കി പറഞ്ഞു. എന്നാൽ അവന്റെ കണ്ണ് ജീവനിൽ നിന്ന് മാറിയിരുന്നില്ല. അവള് പതിയെ ബുള്ളറ്റിൽ നിന്നിറങ്ങി ബാഗ് തോളിലേക്കിട്ടു. ജീവാമേനോൻ സാവധാനം അവർക്ക് നേരെ നടന്നു വന്നു. അവന്റെ ബൂട്ട്സിന്റെ ശബ്ദം വരാന്തയിൽ മുഴങ്ങി. അവനി, ഇന്ന് ഫസ്റ്റ് പീരീഡ് അനാട്ടമി വൈവേ ഉള്ളതാണ്. ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് കരുതി അധികം ആരും തോളിൽ കൈവച്ച് നടക്കണ്ട. വൈവ ഹാൾ അത്ര സുഖകരമായിരിക്കില്ല. ജീവ ഉണ്ണിയെ ഒന്ന് നോക്കി വള്ളിപുള്ളി തെറ്റാതെ ആ ഡയലോഗ് അടിച്ചു. അത് കേട്ടതും ഉണ്ണിയുടെ നെറ്റി ചുളിഞ്ഞു. അവൻ ബുള്ളറ്റിന്റെ ആക്സിലറേറ്റർ ഒന്ന് മുറുക്കി. അവൾക്ക് വൈവയോ അറിയാം സാറേ. അതിനുള്ള ബുദ്ധി അവൾക്കുണ്ട്. സാറ് കൂടുതൽ അവളെ ഭയപ്പെടുത്താൻ നോക്കണ്ട. ഈ ഉണ്ണിയുടെ തോളിൽ അവൾ കൈവയ്ക്കുന്നത് അത് അവളുടെ അവകാശമാ. ഉണ്ണിയുടെ ആ കട്ടമാസ് മറുപടി കേട്ടതും ജീവാമേനൊരു കുസൃതി ചിരിയോടെ സൺഗ്ലാസ് എടുത്തു വെച്ചു. ലെറ്റ് സി. അവൻ അത്രമാത്രം പറഞ്ഞ് ക്യാമ്പസിലേക്ക് നടന്നു നീങ്ങി. ക്ലാസ് റൂമിൽ വൈവ തുടങ്ങി കഴിഞ്ഞിരുന്നു. ഓരോരുത്തരായി പേടിയോടെ അകത്തേക്ക് കയറി പോകുന്നു. ഒടുവിൽ അവനിയുടെ ഊഴമെത്തി. അവൾ ധൈര്യം സംഭരിച്ച് ജീവന്റെ ക്യാബിനിലേക്ക് കയറി. ടേബിളിനും അപ്പുറം ആ കടുങ്കാപ്പി മിഴികളിലെ ഗൗരവമായി ഡോക്ടർ ജീവ മേനോൻ ഇരിപ്പുണ്ടായിരുന്നു. ഇരിക്കവനി. അവൻ കസേരയിലേക്ക് ചാരിയിരുന്നു. അവൾ ഇരുന്നു. ജീവ അവളുടെ ഫയൽ എടുത്തു നോക്കി. എന്നിട്ട് പതിയെ മുന്നോട്ട് ആഞ്ഞിരുന്നു. അവന്റെ ശബ്ദം വളരെ താഴ്ന്നതായിരുന്നു. അനാട്ടമിയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം അറിയണം. ആരാണ് ആ ബുള്ളറ്റുകാരൻ? അവന് ഒറ്റ മോളല്ലേ, പിന്നെ അയാൾ ആരാണ്? വീട്ടുകാർക്കൊക്കെ അറിയോ ഇത്? അവന്റെ കണ്ണുകളിൽ ആ നിഗൂഢമായ കുസൃതി വീണ്ടും നിറഞ്ഞു. ജീവന്റെ ആ അപ്രതീക്ഷിത ചോദ്യം കേട്ടതും അവനുടെ ഹൃദയം ഒരൊറ്റ സെക്കൻഡിൽ നിന്നതുപോലെ തോന്നി. അവൾ വിശ്വസിക്കാനാവാതെ ആ കലിപ്പൻ പ്രൊഫസറുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഹൃദയം വല്ലാതെ ഇടിക്കാൻ തുടങ്ങി. ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ അവന് പകച്ചുപോയി. അനാട്ടമി ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു വന്ന തന്റെ മുന്നിലേക്ക് ജീവ മേനോൻ വ്യക്തിപരമായ ഒരു ചോദ്യം ഇത്ര കൃത്യമായി എറിയുമെന്ന് അവൾ ഒട്ടും വിചാരിച്ചതല്ല. എങ്കിലും പെട്ടെന്ന് തന്നെ അവൾ ആത്മവിശ്വാസം വീണ്ടെടുത്തു. ജീവന്റെ ആ കടുങ്കാപ്പി മിഴികളിലേക്ക് നേരെ നോക്കി. ചുണ്ടിൽ ഒരു കുസൃതി ചിരി വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. അത് സാറേ, ഞാൻ ഒറ്റ മോളാണെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? എന്നെക്കുറിച്ച് സാർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അവളുടെ അപ്രതീക്ഷിത കൗണ്ടർ കേട്ടതും ജീവ മേനോൻ ഒന്ന് ഞെട്ടി. അവന്റെ കസേരയിലെ ആ ഗമയോടെയുള്ള ഇരിപ്പ് അല്പം മാറി. എങ്കിലും ആ കലിപ്പൻ ലുക്ക് നിലനിർത്തിക്കൊണ്ട് അവൻ ലാപ്ടോപ്പിലേക്ക് നോട്ടം മാറ്റി. തന്റെ അച്ഛൻ അനിൽകുമാർ സാർ തന്നെയാണ് പറഞ്ഞത് നീ അവരുടെ ഒരേ ഒരു മോളാണെന്ന്. ഞാൻ പ്രത്യേകം അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. ജീവ വളരെ കൂളായി പറഞ്ഞു. എന്നിട്ട് ഫയലിലേക്ക് നോക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചു. അപ്പൊ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. ആരാണ് ആ ബുള്ളറ്റുകാരൻ? അവന്റെ കസേരയിലേക്ക് അല്പം മുന്നോട്ട് ആഞ്ഞിരുന്നു. അതെന്റെ ഉണ്ണിയേട്ടനാണ് സാറേ. ചെറുപ്പം മുതലേ എന്റെ കൂടെ ഉള്ളതാ. അച്ഛനും അമ്മയ്ക്കും എന്നെക്കാൾ കൂടുതൽ ഇഷ്ടം ഉണ്ണിയേട്ടനെയാ. അതുകൊണ്ട് വീട്ടുകാർക്ക് അറിയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. ലോക്കൽ ഗാർഡിയൻഷിപ്പ് ഒക്കെ കൊള്ളാം. ജീവ തന്റെ പേന ടേബിളിലൊന്ന് കറക്കിക്കൊണ്ട് പറഞ്ഞു. അവന്റെ ചുണ്ടിൽ ആ പഴയ നിഗൂഢമായ പുച്ഛച്ചിരി വീണ്ടും വിഴിഞ്ഞു. പക്ഷെ ആ ബുള്ളറ്റുകാരന്റെ സംരക്ഷണം ഈ അനാട്ടമി വൈവ ഹാളിൽ ഒട്ടും സഹായിക്കില്ല അവനി. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അവൻ ടേബിളിലിരുന്ന ഫീമർ ബോൺ മോഡൽ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. എടുത്തു കാണിക്ക്. ഇതിന്റെ ഗ്രേറ്റർ ട്രോക്രാൻഡും ഹെഡും എവിടെയാണെന്ന് വിശദീകരിക്ക്. അവനെ ആ ബോൺ കയ്യിലെടുത്തു. ജീവാമേനോന്റെ ആ മൂർച്ചയുള്ള കണ്ണുകൾ തന്നിലേക്ക് തന്നെ തറഞ്ഞു നിൽക്കുന്നത് അവൾ അറിഞ്ഞു. എങ്കിലും ഉണ്ണിയേട്ടൻ തന്ന ആ പഴയ ധൈര്യം ഉള്ളിൽ ഉള്ളതുകൊണ്ട് അവളൊട്ടും പതറാതെ വളരെ വ്യക്തമായ ശബ്ദത്തിൽ മെഡിക്കൽ ടേമുകൾ വെച്ച് ഉത്തരം പറഞ്ഞു തുടങ്ങി.
അവള് പറഞ്ഞു നിർത്തിയപ്പോ ജീവ ഒരക്ഷരം മിണ്ടിയില്ല. അവന്റെ കണ്ണുകളിൽ നേരിയൊരു അത്ഭുതവും ഒപ്പം ഒരു പ്രത്യേക തിളക്കവും ഉണ്ടായിരുന്നു. അവൻ ഫയലിൽ മാർക്ക് രേഖപ്പെടുത്തി. നോട്ട് ബാഡ്. പോകാവനി. റാങ്ക് നിലനിർത്താൻ തന്നെയാണ് ഭാവം അല്ലേ? ജീവ കസേരയിലേക്ക് ചാരിയിരുന്ന് കണ്ണ് ചെറുതാക്കി ചോദിച്ചു. തീർച്ചയായും സർ. തോറ്റുകൊടുക്കാൻ ഈ അവനിക്കൊട്ടും താല്പര്യമില്ല. അവൾ എഴുന്നേറ്റൊരു ജയബേരിയോടെ ക്യാബിന് പുറത്തേക്ക് നടന്നു. വൈകുന്നേരം കോളേജ് ബെല്ലടിച്ചപ്പോ അവന് വേഗം പുറത്തേക്ക് ഓടി. ആൽമര ചുവട്ടിൽ പതിവ് പോലെ ബുള്ളറ്റിൽ ചാരി നിൽക്കുകയാണ് ഉണ്ണിയേട്ടൻ. അവൾ ഓടിച്ചെന്ന് അവന്റെ പുറകിലേക്ക് കയറി. എന്താടി, വൈവേക്ക് കഴിഞ്ഞോ? ആ കലിപ്പൻ സാറ് വല്ലതും പറഞ്ഞോ? ഉണ്ണി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചു. അവൾ ഉണ്ണിയേട്ടന്റെ തോളിൽ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. ഏയ്, സാറ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ കട്ടയ്ക്ക് ഉത്തരം പറഞ്ഞു ഉണ്ണിയേട്ടാ. ജീവാമേനോൻ വൈവ ഹാളിൽ വെച്ച് ഉണ്ണിയേട്ടനെ കുറിച്ച് ചോദിച്ച കാര്യം അവൾ അവനോട് പറഞ്ഞില്ല. ആ കലിപ്പം പ്രൊഫസർക്ക് തന്നോട് എന്തോ ഒരു പ്രത്യേക താല്പര്യവും കൗതുകവും ഉണ്ടെന്ന് അവളുടെ കുറുമി മനസ്സ് തിരിച്ചറിയുകയായിരുന്നു. ബുള്ളറ്റ് മുന്നോട്ട് പായുമ്പോൾ ദൂരെ ലാൻഡ് റോവർ കാറിലിരുന്ന് ജീവാമേനോൻ അവരുടെ ആ പോക്ക് കണ്ണാടിയിലൂടെ നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ ചുണ്ടിലെ ആ കള്ളച്ചിരി വരാൻ പോകുന്ന വലിയൊരു ട്വിസ്റ്റിന്റെ തുടക്കമായിരുന്നു. അന്ന് വൈകിട്ട് അവന് ഫ്രഷായി പുസ്തകം തുറന്ന് പഠിക്കാതിരിക്കുമ്പോഴാണ് ഉമ്മറത്താരുടെ സംസാരം കേട്ടത്. അവള് കാതോർത്തു. ജീവ സാർ അല്ലേ ഇത്? അവൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി എത്തി നോക്കി. അച്ഛനെതിരെയുള്ള സോഫയിൽ ഇരിക്കുകയാണ് ഡോക്ടർ. പതിവ് പോലെ ആ ട്രിം ചെയ്ത താടിയും തീക്ഷ്ണമായ കടുങ്കാപ്പി മിഴികളും. എന്നാൽ ക്യാമ്പസിലെ ആ കലിപ്പൻ ലുക്കിന് പകരം കടുനീല ഷർട്ടിന്റെ കൈകൾ മടക്കി വെച്ച് വളരെ മാന്യനായ ഒരു അതിഥിയെ പോലെയാണ് അവൻ അവിടെ ഇരുന്നിരുന്നത്. അവന് വിശ്വസിക്കാനാവാതെ കണ്ണുകൾ തിരുമ്മി. ഇയാൾക്കിത് എന്തിന്റെ കേടാ? കോളേജ് കഴിഞ്ഞിട്ട് എന്റെ പുറകെ വീട്ടിൽ വരെ വന്നിരിക്കുകയാണോ? അവൾ ചുമരിന്റെ മറവിൽ ഒതുങ്ങി നിന്ന് ശ്വാസം അടക്കി പിടിച്ചു. അനിൽകുമാർ വളരെ സന്തോഷത്തോടെ ജീവനോട് സംസാരിക്കുകയായിരുന്നു. മേശപ്പുറത്ത് ചില ഔദ്യോഗിക ഫയലുകൾ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല ജീവ, നീ ഇത്രയും ദൂരെ ഇത് തരാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. അഡ്വക്കേറ്റ് ഹരിഹരൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നാളെ ഓഫീസിൽ വെച്ച് ഒപ്പിട്ട് തരാമായിരുന്നല്ലോ. അനിൽകുമാർ ഫയലിൽ ഒപ്പുവെക്കുന്നതിനിടയിൽ പറഞ്ഞു. അത് സാരമില്ല. ഹോസ്പിറ്റൽ പ്രൊജക്ടിന്റെ ഫൈനൽ ക്ലിയറൻസ് ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇത് ഇന്ന് തന്നെ വാങ്ങി ഏൽപ്പിക്കാൻ. പിന്നെ വൈകുന്നേരം ഈ വഴി ഒരു ചെറിയ ഡ്രൈവിനും ഇറങ്ങിയതാ. ജീവ വളരെ വിനയത്തോടെ സംസാരിച്ചു. പക്ഷെ സംസാരിക്കുന്നതിനിടയിലും ജീവന്റെ കടുങ്കാപ്പി മിഴികൾ വീടിന്റെ ഉൾഭാഗത്തേക്ക് തെന്നി മാറുന്നുണ്ടായിരുന്നു. ചുമരിന്റെ മറവിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന പച്ച ചുരിദാറിന്റെ അറ്റവും കുസൃതി നിറഞ്ഞ ആ രണ്ട് കണ്ണുകളും അവന്റെ ഡോക്ടർ ബുദ്ധി കൃത്യമായി സ്പോട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവന്റെ ചുണ്ടിന്റെ കോണുള്ള നിഗൂഢമായ കള്ളച്ചിരി വീണ്ടും ഒളിഞ്ഞു തെളിഞ്ഞു. മോളെ മിഴി. അനിൽകുമാർ അകത്തേക്ക് നോക്കി വിളിച്ചു. ജീവ സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ടോ മോനെ? അച്ഛന്റെ വിളി കേട്ടതും അവന് ഞെട്ടി. ഇനിയിപ്പൊ ചായയും കൊണ്ട് ചെല്ലേണ്ടി വരുമല്ലോ ദൈവമേ. അവള് വേഗം അടുക്കളയിലേക്ക് ഓടി. അമ്മ തയ്യാറാക്കി വെച്ചിരുന്ന തണുത്ത നാരങ്ങാ വെള്ളവുമായി അവള് വിറയ്ക്കുന്ന കൈകളോടെ ഉമ്മറത്തേക്ക് നടന്നു വന്നു. തല താഴ്ത്തി പിടിച്ചവള് ഗ്ലാസ് ജീവന് നേരെ നീട്ടി. ജീവാമേനോൻ പതിയെ മുന്നോട്ടാഞ്ഞ ആ ഗ്ലാസ് വാങ്ങുന്നതിനിടയിൽ മറ്റാരും കേൾക്കാത്ത പാകത്തിൽ വളരെ താഴ്ന്ന ശബ്ദത്തിൽ ചോദിച്ചു. വൈവ ഹാളിൽ വെച്ച് വലിയ ഡയലോഗ് അടിച്ച ഭാവി ഡോക്ടറുടെ കൈകൾ ഇപ്പൊ എന്താ ഇങ്ങനെ വിറയ്ക്കുന്നത്? ഇവിടെ നിന്റെ ആ ബുള്ളറ്റുകാരൻ ആങ്ങളെ ഇല്ലല്ലോടി. അവന്റെ ആ കുസൃതി ചോദ്യം കേട്ടതും അവന് പെട്ടെന്ന് തല ഉയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കടുങ്കാപ്പി മിഴികളിൽ പൂർണ്ണമായും ഒരു കള്ളച്ചിരി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവൾ ദേഷ്യം കടിച്ചു പിടിച്ച് ഉള്ളിൽ പറഞ്ഞു. ഇയാൾ എന്നെ മനഃപൂർവ്വം കളിപ്പിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നതാ. അപ്പോഴേക്കും അനിൽകുമാർ ഫയൽ മടക്കി ജീവന്റെ കയ്യിലേക്ക് കൊടുത്തു. എല്ലാം ശരിയാക്കിയിട്ടുണ്ട് ജീവ. ഇനി പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാം. വളരെ നന്ദി സാർ, ഞാൻ ഇറങ്ങുന്നു. ജീവ എഴുന്നേറ്റു. യാത്ര പറഞ്ഞവൻ പൂമുഖത്ത് നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ ആനപ്പോഴാണ് ആ വലിയ ആൽമരത്തിന്റെ ദിശയിൽ നിന്ന് ആ പരിചിതമായ ശബ്ദം വീണ്ടും കേട്ടത്. അവനെ ഞെട്ടി മുറ്റത്തേക്ക് നോക്കി. അതാ ഉണ്ണിയേട്ടൻ ബുള്ളറ്റുമായി കൃത്യം ഗേറ്റിന് മുന്നിലേക്ക് വന്നു നിൽക്കുന്നു. മുറ്റത്ത് കിടക്കുന്ന ലാൻഡ് റോവർ കാറും ഉമ്മറത്തു നിന്ന് ഇറങ്ങി വരുന്ന ജീവാമേനോനെയും കണ്ടതും ഉണ്ണിയുടെ ബുള്ളറ്റിന്റെ വേഗത കുറഞ്ഞു. അവന്റെ കടുങ്കാപ്പി മിഴികൾ കനത്തു. ജീവാമേനോൻ മുറ്റത്തു നിന്ന് കൊണ്ട് വിരലിൽ കാറിന്റെ ചാവി കറക്കി താടി ചെറുതായൊന്ന് തടവി ഉണ്ണിയെ നോക്കിയ മാസ് പുച്ഛച്ചിരി പാസാക്കി. കോളേജ് ഗേറ്റിന് മുന്നിലെ ആ കൊമ്പുകോർക്കൽ ഇതാ ഇപ്പോ അവനുടെ സ്വന്തം മുറ്റത്ത് വെച്ച് വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. അവന് രണ്ടുപേരെയും മാറി മാറി നോക്കി നെഞ്ചിരിപ്പോടെ നിന്നു. ആ ഉണ്ണി, നീ എത്തിയോ? പുറത്തെ പൈപ്പ് കണക്ഷനെ എന്തോ പ്രോബ്ലം ഉണ്ട്, ഒന്ന് നോക്കണേ. പിന്നെ നാളെ എന്റെ കൂടെ നീ ഒരു സ്ഥലം വരെ ഒന്ന് വരണം. അനിൽകുമാർ വിളിച്ചു പറഞ്ഞത് കേട്ട് ഉണ്ണി തലയാട്ടി. അതേസമയം ജീവ ഒന്ന് നിന്നു. അവൻ അനിൽകുമാറിനെ നോക്കി. തുടരും. കഥ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നന്ദി.